a magic woman? എല്ലാവരും മണിയമ്മ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 75-ാമത്തെ വയസ്സെല്ലാം ആയി. എന്നാലും ഞാനിപ്പോഴും ആക്റ്റീവാണ് എൻ്റെ മേഖലയിൽ. ഡ്രൈവിങ്ങിലേക്ക് എത്തിച്ചേർന്ന എൻ്റെ ഹസ്ബൻഡ് ആണ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. A to Z എന്ന് പറയുമ്പോൾ 2 വീലർ മുതൽ എന്നുള്ള ഉദ്ദേശത്തിലാണ്. എന്നുവെച്ചാൽ ചെറിയത് മുതൽ ഏറ്റവും അവസാനം വരെയുള്ളത്. പെണ്ണുങ്ങളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് എൻ്റെ ഹസ്ബൻഡിന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ഫീൽഡിലോട്ട് കൂടുതൽ പെണ്ണുങ്ങൾ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഒരു 30ഓളം ഫ്രാഞ്ചൈസീസ് ഉണ്ട് കേരളത്തിലെന്ന് പറഞ്ഞാൽ. എറണാകുളം, ആലപ്പുഴ അത്രയും ഡിസ്റ്റൻസിലേ ഉള്ളൂ. ചെറുതിലേ മുതലെന്ന് പറഞ്ഞാൽ ആദ്യം 4 വീലറൊക്കെ പഠിപ്പിക്കുമ്പോൾ ഓയിലും വെള്ളം നോക്കി വണ്ടി കഴുകി ആ സമയം അപ്പം മുതൽ ഞാൻ അതിലൊക്കെ ആക്റ്റീവാണ്. ഇപ്പോഴും എന്തും ചെയ്യും. ഫാമിലി മൊത്തം എൻ്റെ കുട്ടികൾക്ക് 16 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അവർ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ മരുമക്കൾ വരെ അങ്ങനെ ഇതിലോട്ടായിട്ട് എല്ലാവരും എംപവർ ചെയ്യാണ് മണിയമ്മ. എല്ലാവരും വിചാരിക്കുന്നത് കല്യാണം കഴിക്കാൻ അപ്പോൾ ആ വീട്ടുകാർ സമ്മതിക്കുമോ, ഇങ്ങനത്തെ ഒരു ജോലിക്ക് പോയാൽ വീട്ടുകാർ സമ്മതിക്കും. ഞാൻ വിചാരിക്കുന്നതാണ് എനിക്ക് ഇങ്ങനെയുള്ള എന്നെ കിട്ടാൻ ആരെങ്കിലും വന്നാൽ മതി, എന്നാലേ ഞാൻ കിട്ടണുള്ളെന്ന് വിചാരിച്ചാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ ഏത് കുട്ടികൾക്കും ഏത് ഫംഗ്ഷന് പോയാലും കുട്ടികളാണ് എന്നെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Hi, welcome to CO Square Unplugged. My name is Kirti Prasad. Age is just a number എന്നുള്ള വാചകം നമ്മൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കും. ആൻഡ് ഇന്ന് ഹോട്ട് സീറ്റിലുള്ള വ്യക്തി എന്ന് പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു സേ എ മാജിക് വുമൻ. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ 75-ലെ മാജിക് എന്ന് പറയാം. മണിയമ്മ, വെൽക്കം ടു CO Square Unplugged. നമസ്കാരം. എൻ്റെ പേര് രാധാമണി. എന്നാൽ എല്ലാവരും മണിയമ്മ എന്നാണ് വിളിക്കുന്നത്. ഞാൻ എറണാകുളം കൊച്ചി തോപ്പുംപടിയാണ് എൻ്റെ സ്ഥലം. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 75-ാമത്തെ വയസ്സെല്ലാം ആയി. എന്നാലും ഞാനിപ്പോഴും ആക്റ്റീവാണ് എൻ്റെ മേഖലയിൽ. ഡ്രൈവിംഗ് ആണ് മണിയമ്മേൻ്റെ പാഷൻ എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് ത്രൂ ആണ് മണിയമ്മേനെ എല്ലാ ആൾക്കാരും അറിയുക. എങ്ങനെയാണ് ഡ്രൈവിങ്ങിലേക്ക് എത്തിച്ചേരുന്നത്? ഡ്രൈവിങ്ങിലേക്ക് എത്തിച്ചേർന്ന എൻ്റെ ഹസ്ബൻഡ് ആണ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് കൊണ്ട് വണ്ടിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഹെവിയാണ് ആദ്യം തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്നത്. അന്നേരമൊന്നും നമുക്ക് ഹെവി ലൈസൻസ് കിട്ടില്ല. ലൈസൻസ് മാംഗ്ലൂർ പോയിട്ടാണ് ലൈസൻസ് എടുക്കുന്നത്. അതിനു വേണ്ടി നമ്മളിവിടെ എല്ലാ വകുപ്പിലും, അതായത് RT ഓഫീസ്, മിനിസ്റ്റർ, അങ്ങനെ എല്ലാ ലെവലിലും അന്വേഷിച്ചിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ കേസ് ഫയൽ ചെയ്ത് എന്തുകൊണ്ട് ഈ കേരളത്തിന് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ചുകൂടാ. നമ്മളുടെ ഇവിടെയാണെങ്കിൽ ഐലൻഡും കൊച്ചിൻ പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് ധാരാളം ലോറി ഡ്രൈവേഴ്സിനെയൊക്കെ അന്നേരം ആവശ്യമുള്ള സമയം. അപ്പോൾ അതിനു വേണ്ടി കേസ് ഫയൽ ചെയ്ത് അതിന് ആപ്ലിക്കേഷൻ കൊടുത്തത് എൻ്റെ പേരിലാണ്. എത്രാമത്തെ വയസ്സിൽ? അല്ല, എനിക്ക് അന്നേരം ഒരു 70 വയസ്സൊക്കെ ഉണ്ടാവും. ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ നിരസിച്ച് പിന്നെയും അതിന് വേണ്ടി ട്രൈ ചെയ്ത് ഒരു 78ഒക്കെ ആയപ്പോഴാണ് അതിൻ്റെ ലൈസൻസ് കിട്ടിയത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ലൈസൻസ് എൻ്റെ പേരിലാണ് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് ഒരാളായിട്ടുള്ളത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ കാഴ്ചപ്പാടിൽ അന്നൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെങ്കിൽ ഹെവി എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഹെവി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് എനിക്ക് ഈ ലൈസൻസ് 4 വീലറിൻ്റെ എടുത്ത് 81-ലാണ് ഞാൻ 4 വീലർ ലൈസൻസ് എടുക്കുന്നത്. 88-ലാണ് ഹെവി എടുക്കുന്നത്. അന്ന് അത്ര നാളും വേറെ ആൾക്കാരൊക്കെ വെച്ചാണ് പഠിപ്പിച്ചിട്ടിരുന്നത്. അപ്പോൾ എന്നെ ഒരു ഇൻസ്ട്രക്ടറാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡ്രൈവിങ്ങിലോട്ട് വന്നത്. എന്നാലും ഞാൻ കുറേ കാലമൊന്നും വണ്ടി അങ്ങനെ അധികം ഓടിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യത്തിന് ഓടിക്കുന്നല്ലാതെ ഓടിച്ചിട്ടൊന്നുമില്ല. ഒരു 93ഒക്കെ ആയപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് 2 വീലർ അത്യാവശ്യമായിട്ട് വന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തോട്ടും പോകാനും വരാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു 93 ആയപ്പോഴത്തേക്കും 2 വീലർ ലൈസൻസ് എടുത്ത്, അത് കഴിഞ്ഞ് 4 വീലർ, അത് കഴിഞ്ഞ് 3 വീലർ ലൈസൻസ് എടുത്ത്,
അത് കഴിഞ്ഞിട്ട് 88-ലാണ് ഹെവി ലൈസൻസ് എടുക്കണത്. അത് തന്നെ താനെ ഓടിച്ചു പോയിട്ട് ചേർത്തല അതോറിറ്റിയിൽ നിന്നാണ് ഞാൻ ഹെവി ലൈസൻസ് എടുത്തത്. അത് അവിടം വരെ ഓടിച്ചൊക്കെ പോയി ലൈസൻസൊക്കെ എടുത്തെങ്കിലും രംഗത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2014 ആയപ്പോഴത്തേക്കും ഹെവി എക്യുപ്മെൻറ്റ്സ് കൂടി നമ്മളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ആഡ് ചെയ്ത്. അത് ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, JCB അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ എല്ലാം ലൈസൻസ് എടുത്ത്. ബസ് 88-ൽ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 2014 ആയപ്പോഴത്തേക്കും ഈ എല്ലാ ലൈസൻസും എന്ന് വെച്ചാൽ ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, JCB, റോഡ് റോളർ, ട്രാക്ടർ അങ്ങനെയുള്ള ലൈസൻസുകളൊക്കെ എടുത്തു. അത് അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ഇൻസ്ട്രക്ടർക്ക് ഇതെല്ലാം വേണ്ടതായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ 22 അസാഡസിൻ്റെ ലൈസൻസ്. അപ്പോൾ നമ്മളുടെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അസാഡസിൻ്റെ ഒരു സ്കൂളും കൂടി തുടങ്ങി. അപ്പോൾ അസാഡസ് ലൈസൻസ് എടുത്ത്. ഓക്കെ. 1978 അതായത് മണിയമ്മന്റെ 30s കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. A to Z എന്നാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരും. എന്താണ് ഈ A to Z? അപ്പൊ അന്നേരം ഒന്നും 4-വീലറിന്റെ ഡ്രൈവിംഗ് സ്കൂളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അങ്ങോട്ട് 4-വീലർ 2-വീലറൊക്കെ തുടങ്ങി. അപ്പൊ 2-വീലർ മുതൽ എന്നുള്ള ഉദ്ദേശത്തിലാണ്. എന്ന് വെച്ചാൽ ചെറിയത് മുതൽ ഏറ്റവും അവസാനം വരെയുള്ളത്. ഇപ്പൊ ഇല്ലാത്ത ഒരു എക്യുപ്മെന്റ്സും ഇല്ല ഞങ്ങളുടെ അവിടെ. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ലൈസൻസ് എടുത്തു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ. ട്രെയിലറൊക്കെയാണ് ഏറ്റവും വലിയ വണ്ടി. അതിൻ്റെതെല്ലാം ലൈസൻസും പഠിപ്പിക്കലും എല്ലാം ചെയ്യും. ഇപ്പൊ A to Z എത്ര ഫ്രാഞ്ചൈസീസ് ഉണ്ട്? ഒരു 30ഓളം ഫ്രാഞ്ചൈസീസ് ഉണ്ട് കേരളത്തിൽ മാത്രം. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എറണാകുളം, ആലപ്പുഴ അത്രയും ഡിസ്റ്റൻസിലേ ഉള്ളൂ. അതിന്റെ ഉള്ളിലാണ് ഇത്ര ബ്രാഞ്ച്. കോട്ടയം. ഓക്കെ. മണിയമ്മയ്ക്ക് എത്ര ലൈസൻസ് ഉണ്ട്? എനിക്കിപ്പോ 12 ലൈസൻസ്, അസാഡസിന്റെയും കൂടി കൂട്ടി 12 ലൈസൻസ് ഉണ്ട്. ഓക്കെ. ഈ പ്രായത്തിൽ എങ്ങനെയാണ് വളയം പിടിക്കുന്നത്? ഞാൻ ഊബറിൽ വരുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 2021 പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളായിരുന്നു മണിയമ്മനെ കുറിച്ചിട്ടുള്ളത്. അതിനകത്ത് അതിന്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, 71 വളയം പിടിക്കുന്ന അമ്മമ്മ എന്ന്. എങ്ങനെയാണ് ഇപ്പോൾ 75 ഇപ്പൊ പ്രസൈസ്ലി നോക്കുകയാണെങ്കിൽ 75 വയസ്സായി. 75 വയസ്സിലും എങ്ങനെയാണ് വളയം പിടിക്കാനുള്ള ഒരു ആത്മധൈര്യം കിട്ടുന്നത്? അത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ഇതെല്ലാം എപ്പോഴും ഉണ്ട്, എല്ലാവരും ആക്റ്റീവാണ്. അതിനുവേണ്ടി എൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ആയിപ്പോണതാണ്. അല്ലാതെ ഇത് മനഃപൂർവ്വം അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. അത് നമ്മൾ അതിലോട്ട് ഇഴുകി ചേർന്ന് ആ ഒരു ഫീൽഡിലോട്ട് ചെറുതിലെ മുതലെന്ന് പറഞ്ഞാൽ ആദ്യം 4-വീലറൊക്കെ പഠിപ്പിക്കുമ്പോൾ ഓയിലും വെള്ളം നോക്കി വണ്ടി കഴുകി ആ സമയം അപ്പം മുതലേ ഞാൻ അതിലൊക്കെ ആക്റ്റീവാണ്. ഇപ്പോഴും എന്തും ചെയ്യും. ഒന്നിനൊരു മടിയില്ല. ഇപ്പൊ വലിയ വണ്ടികളിലൊക്കെ കയറാനായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കാല് പൊക്കി വെച്ച് കയറാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട്. എന്നാലും കേറും. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, JCBന്റെ മുകളിലാന്ന് തോന്നുന്നു. ഫോർക്ക് ലിഫ്റ്റിൽ പൊക്കി എന്നെ ട്രെയിലറിലോട്ടൊക്കെ എന്നിട്ടും ചെയ്യും, എന്നിട്ടും വളയം പിടിക്കും. അതാണ് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അല്ല മണിയമ്മ ആക്ച്വലി ഇൻസ്റ്റഗ്രാം ഫേമസ് ആണ്. ഞാൻ കുറെ വൈറൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭാഗം ആൾക്കാർ നല്ലത് പറയുമെങ്കിലും ചില ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും. ഞാൻ അതൊന്നും നോക്കാറേ ഇല്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. കമന്റ്സ് ഒന്നും വായിക്കാറില്ല. ഓക്കെ. ബിക്കോസ് ഇപ്പൊ ഞങ്ങളുടെ 20s തന്നെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങും, അയ്യോ വയ്യ, സ്റ്റെയർ കയറാൻ വയ്യ, അവിടേക്ക് പോവാൻ വയ്യ, നടക്കാൻ വയ്യ ഞങ്ങൾക്ക്. എങ്ങനെയാണ് ഈ 75 ഇതൊക്കെ ചെയ്യുന്നത്? അത് ഒരു മനസ്സ് വേണം, ചെയ്യാനായിട്ടൊരു മനസ്സ് വേണം. പിന്നെ ആരോഗ്യം ഉണ്ടാവണം. എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് കൃത്യമായിട്ടാണ്. എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് കാലത്ത് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയില്ല, അങ്ങനെ കട്ട് ചെയ്താ. പക്ഷെ ഞാനിപ്പോഴും ഒരു 8:30-9 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചക്ക് കഴിക്കും, വൈകുന്നേരം ചായ, അങ്ങനെ ഇത് രാത്രിയും ഭക്ഷണം കഴിക്കും. അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു
ജീവിത ശൈലി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്രായാധിക്യം കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നേ പക്ഷെ ഉള്ളൂ. 75 സ്റ്റിൽ റണ്ണിങ് ആണ്, റണ്ണിങ് ആണ്, നോട്ട് ഓൺലി വാക്കിംഗ്, റണ്ണിങ് ആണ്. ഒരു 5 മണിക്ക് എഴുന്നേറ്റ് അല്ല ഒരു 5:30 ആകുമ്പോഴത്തേക്കും നടക്കും. ഒരു 6 വരെ നടക്കല് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ചിട്ടയായ ജീവിതം കൊണ്ടായിരിക്കാം ഇത്ര. പിന്നെ ഒരു മനസ്സും. എത്ര ചിട്ടയായ ജീവിതം ഉണ്ടെങ്കിലും അലസത ഉണ്ടെങ്കിൽ സാധിക്കില്ല. അത് അപ്പം അങ്ങനത്തെ ഒരു ഇതില്ല എനിക്ക്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് ഭാരമുള്ളതൊന്നും ചെയ്തില്ലെങ്കിൽ അത് വായിക്കേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് എനിക്ക്. മണിയമ്മ എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്? ആ ആദ്യ ഒരു മെമ്മറി എന്താണ്? ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് 81 അന്നേരം ടൂറിസ്റ്റ് ടാക്സി ഒക്കെ ഉണ്ട് നമ്മളുടെ വീട്ടിൽ. അപ്പോൾ ആ അംബാസഡർ കാറിലാണ് പഠിക്കുന്നത്. അത് ഹസ്ബൻഡ് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ. വേറെ പുറത്തുനിന്ന് ആരും വന്നിട്ടല്ല. അന്ന് 4 വീലർ ഡ്രൈവിംഗ് സ്കൂൾ ഇല്ല എങ്കിൽ പോലും ഹെവിയാണ് അന്നേരം ഉള്ളത്. പക്ഷെ അതിനു വേണ്ടി നമുക്ക് RT ഓഫീസിലൊക്കെ സ്വാധീനമുള്ളത് കൊണ്ട് ലൈസൻസ് എടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്, ആദ്യത്തെ ബാക്ക് സ്റ്റോറി. അതെ. A to Z സ്റ്റോറി എങ്ങനെയാണ്? A to Z എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂള്, ഹെവി ഡ്രൈവിംഗ് സ്കൂള് ആയപ്പോഴത്തേക്കും എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി 4 വീലർ പഠിപ്പിക്കുക. അങ്ങനെ 4 വീലറിൻ്റെയും 2 വീലറിൻ്റെയും ഒക്കെ പഠിപ്പിച്ച. അപ്പോൾ സ്പോർട്സിനൊക്കെ താല്പര്യമുള്ള കുട്ടികളെയാണ് നമ്മൾ ഇത് പഠിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ കാലത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 2 വീലറൊക്കെ ഓടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പുറകെ ഓടിയിട്ടാണ് ഓടിപ്പിക്കുക, അല്ലാതെ അവരുടെ കൂടെ വണ്ടിയിൽ കയറി ഇരുന്നിട്ടല്ല പഠിപ്പിക്കുക അന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു 2 വീലർ പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ കയറി ഇരുന്നിട്ട് പഠിപ്പിക്കലില്ല, നിലത്ത് നിന്നിട്ടാ പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഓടാൻ കഴിവുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ ഈ വണ്ടി പിടിച്ചു നിർത്താനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയാണ് 2 വീലർ തുടങ്ങി. അത് അന്ന് മുതൽ 2 വീലർ തുടങ്ങി, 3 വീലർ, 4 വീലർ. ആ സമയത്തൊക്കെ കുറേ അധികം പേർക്ക് ഫ്രീ ആയിട്ട് ലൈസൻസ് ഒക്കെ എടുത്തു കൊടുത്തു. പെണ്ണുങ്ങളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് എൻ്റെ ഹസ്ബൻഡിന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഫീൽഡിലോട്ട് കൂടുതൽ പെണ്ണുങ്ങൾ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഓട്ടോറിക്ഷ ലൈസൻസ് 10-20 പേരെയൊക്കെ പഠിപ്പിച്ച് അവർക്ക് ലൈസൻസ് ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്ത്, അങ്ങനെ ഗവൺമെൻറ് ഈ പഞ്ചായത്ത് അതിലൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വണ്ടിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അതിനുശേഷം പിന്നെ 4 വീലറൊക്കെ എല്ലാ ബ്രാഞ്ചസിലും ഒക്കെ ആയി തുടങ്ങി. അങ്ങനെ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങി. തൃശ്ശൂർ വരെയൊക്കെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയതായിരുന്നു. പിന്നെ അത് പോയി നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കട്ട് ചെയ്തു. ഓക്കെ. നമ്മളിപ്പോൾ 1978 A to Z സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടം വരെ എത്താൻ ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെ പ്രോബ്ലംസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്? ഒന്നാമത് സ്ഥലം വേണമല്ലോ ഇത് പഠിപ്പിക്കാൻ. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വെറുതെ കിടക്കണ ഒരു സ്ഥലത്ത് പോയി നമ്മളത് റെഡിയാക്കി അവിടെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആരെങ്കിലും വരും, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ അവിടെ ബ്ലോക്ക് ചെയ്യും. അതിപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴായിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ലീസിനും സ്വന്തമായിട്ടും ഒക്കെ കുറച്ച് വാങ്ങിച്ചിട്ടാണ്. അതാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാനുള്ള ഒരു ഏരിയ. റോഡിൽ ഓടിപ്പിക്കാൻ പറ്റും, പക്ഷെ ഒരു റൗണ്ടിൽ അല്ല ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിലേ ഇത് നന്നായിട്ട് പഠിപ്പിക്കാനാവുള്ളൂ. അപ്പം അതിനു വേണ്ടി കുറേ അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്ട്രഗിൾ എന്നൊക്കെ ഈ ഒരു സക്സസിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം കൊണ്ട് തന്നെ. അത് ഒരാളുടെ അല്ല, ഫാമിലി മൊത്തം. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് 16 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അവർ ഡ്രൈവിങ് പഠിപ്പിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അന്നൊന്നും ഇവിടുന്നൊന്നും ഏജ് തെളിയിക്കുന്ന ഇത് കൊടുക്കാതെ ലൈസൻസ് എടുക്കാൻ പറ്റില്ല. അന്നൊക്കെ മദ്രാസിലൊക്കെ പോയാൽ പെട്ടെന്ന് ലൈസൻസ് കിട്ടും. അങ്ങനെ മദ്രാസിൽ നിന്നൊക്കെ ലൈസൻസ് എടുത്ത് വെച്ചിട്ടാണ് കുട്ടികൾ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അത് പിന്നെ പ്രായമാകുമ്പോൾ നമ്മളിവിടെ ലൈസൻസ് എടുത്ത് അങ്ങനെ ആ സമയത്ത് തന്നെ എല്ലാവരും ഈ ഫീൽഡിലോട്ടായി. ഇപ്പോൾ മരുമക്കൾ വരെ അങ്ങനെ
ഇതിലോട്ടായിട്ടുണ്ട്. എല്ലാരെയും എംപവർ ചെയ്യാണ് മണിയമ്മ ത്രൂ ദിസ്. പേരക്കുട്ടികൾ എല്ലാവരും തന്നെ ഇനി ഒരാൾ മാത്രമേ 18 വയസ്സാകാത്തുള്ളൂ, അയാളും മാത്രമേ ഈ ലൈസൻസ് ഒക്കെ എടുക്കാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ എല്ലാ ലൈസൻസും എടുത്ത്. മൂത്ത കുട്ടി എന്ന് പറഞ്ഞാൽ അരവിന്ദാണ്. അയാൾ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ഈ ഫീൽഡിലോട്ട് തന്നെയാണ് നോട്ടം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അതായത് ITC കോഴ്സുകൾ, 1 ഇയർ കോഴ്സ്, 6 മന്ത് കോഴ്സ്, അങ്ങനെയുള്ള വലിയ വലിയ കോഴ്സുകൾ എടുത്ത് അതിന് പറ്റിയ ഇൻസ്ട്രക്ടേഴ്സിനെ പഠിപ്പിക്കാനുള്ള സാറന്മാരെയൊക്കെ ആക്കി അങ്ങനെ വലിയൊരു രൂപത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾക്ക് എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത് കേരളത്തിൽ? കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഇപ്പോൾ 2-3 സ്ഥലത്തേ ഉള്ളൂ. അത് കൊച്ചിയിലും കളമശ്ശേരിയിലും ആലപ്പുഴയും തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട്. ഓക്കെ. മണിയമ്മ പറഞ്ഞു ലൈക്ക് സ്ത്രീകളെ എംപവർ ചെയ്യണം എന്നായിരുന്നു മണിയമ്മയുടെ ഹസ്ബൻഡ്. അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ കാലത്ത് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നുണ്ടോ? ലൈക്ക് ഇന്നത്തെ ഒരു ജനറേഷനെയും അപ്പോഴത്തെ ഒരു ജനറേഷനെയും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നൊക്കെ രംഗത്തോട്ട് വരാൻ. എന്ന് വെച്ചാൽ വീട്ടുകാർ സമ്മതിക്കില്ല. ഒന്നാന്ന് വെച്ചാൽ കല്യാണം കഴിച്ചവരാണ് കൂടുതൽ ഇതിന് തന്നെ. കുട്ടികളെ അയക്കണവർ അവർ രക്ഷകർത്താക്കളെ അയക്കും, അല്ലാത്തവർ പ്രായമുള്ളവരെയൊന്നും ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടെങ്കിലും വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അച്ഛനും അമ്മയൊക്കെ ഉള്ള കാലത്ത് അറിയിക്കാതെയാണ് ഈ 4 വീലറിൻ്റെ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റേതല്ല, ഹസ്ബൻഡ് അത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എടുക്കുക, അതിനായിട്ട് പുറത്തു പോണ പോലെ പോവുക, എടുക്കുക, അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരായിരുന്നു ഈ ത്രൂ ഔട്ട് ജേർണിയിൽ? ഹസ്ബൻഡിൻ്റെ ആണ് എന്ന് വെച്ചാൽ ഞാൻ പുള്ളിക്കാരൻ്റെ ഏതൊരു പ്രവൃത്തിയിലും ഞാൻ സപ്പോർട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എനിക്കും തിരിച്ചും അതുപോലെ തന്നെ സപ്പോർട്ടാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരക്കുട്ടിയാണ് എന്നെ ഇങ്ങനെ കൂടുതൽ ഈ വലിയ വണ്ടികളിലോട്ടൊക്കെ, ഇപ്പോൾ ട്രെയിലർ ഓഫ് റോഡ് പോണ് അതൊക്കെ ചെയ്യിക്കുന്നത് എൻ്റെ പേരക്കുട്ടിയാണ്. ഓക്കെ, 75 ആയി. ഇനി മുന്നോട്ട് എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഓടാനും നടക്കാനും പറ്റണവരെ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, പറ്റണവരെ. ഓക്കെ. A to Z ഫ്യൂച്ചർ എന്താണ്? A to Z ഫ്യൂച്ചർ നല്ല ഒരു ഫേമാക്കി വളർത്തണമെന്നാണ്. കുട്ടികളിപ്പോൾ എല്ലാവരും ഒരാൾ കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും പുറത്തു പോയി ഒരു ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഈ സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മണിയമ്മ, ഇപ്പോഴത്തെ എന്ത് കാര്യം എടുത്താലും ദർ ഇസ് ജനറലൈസേഷൻ. ലൈക്ക് സ്ത്രീകളാണ്, പുരുഷന്മാരാണ്, പെൺകുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസിനോട് മണിയമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറച്ചൊക്കെ ലേഡീസിന് സപ്പോർട്ടായിട്ട്, ഇപ്പോൾ ട്രെയിലർ വരെ നമ്മളുടെ അവിടെ പഠിച്ച് ജർമ്മനി പോകാൻ ഹസ്ബൻഡ് അതിൻ്റെ ഫാമിലിയും ഒക്കെ സമ്മതിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ JCB പഠിക്കുന്നുണ്ട് പുറത്തു പോകാനായിട്ട്, ഫോർക്ക് ലിഫ്റ്റ് പഠിക്കുന്നുണ്ട് ലേഡീസൊക്കെ. ഇപ്പോൾ ഈ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും പഠിച്ചിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ജോലിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 1 വർഷത്തെ കോഴ്സൊക്കെ ചെയ്യിക്കണവർക്ക് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കും. അപ്പം നമ്മളുടെ അവിടെ തന്നെ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഇപ്പോൾ ലേഡീസ് ഈ രംഗത്തോട്ട് കടന്നു വന്നിട്ടുണ്ട്, എന്നാലും അത്ര അങ്ങോട്ട് വന്നില്ല. അല്ല, അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കല്യാണം കഴിക്കാൻ ആ വീട്ടുകാർ സമ്മതിക്കുമോ, ഇങ്ങനത്തെ ഒരു ജോലിക്ക് പോയാൽ വീട്ടുകാർ സമ്മതിക്കുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തപ്പാടുള്ളതുകൊണ്ടാണ്. അതേസമയം ഞാൻ വിചാരിക്കുന്നതിന് എനിക്ക് ഇങ്ങനെയുള്ള എന്നെ കിട്ടാൻ ആരെങ്കിലും വന്നാൽ മതി, എന്നാലേ ഞാൻ കിട്ടണുള്ളെന്ന് വിചാരിച്ചാൽ പ്രശ്നമുള്ളൂ. അതെ, ലൈക്ക് അതുകൂടിയല്ല, നമ്മൾ തുടങ്ങുന്ന 90s 70s എന്നുള്ളൊരു കാലഘട്ടവും ഈ കാലഘട്ടവും ഒരുപാട് മാറി. പക്ഷെ
മാറാണ്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇവിടെ? മാറാണ്ട് കിടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. വീട്ടുകാർ സമ്മതിക്കാത്ത പല കുട്ടികൾ താല്പര്യമുള്ളവർ കോഴിക്കോട് നിന്ന് എറണാകുളത്ത് ജോലിയിൽ വന്നിട്ട് ഒളിച്ച് ലൈസൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഹെവിയുടെയൊക്കെ. ഹെവിയൊക്കെ എടുക്കുമ്പോൾ എന്തോ പേടി പോലെയാണ് അവർക്ക് തോന്നണത്. പക്ഷെ 4 വീലർ ഓടിക്കണേക്കാളും കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടി ഹെവിയാണ്. ഓക്കെ, അങ്ങനെ കുറെ മിത്തുകൾ ഉണ്ടല്ലോ, ലൈക്ക് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞു പേടിപ്പിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങള്, ലൈക്ക് അങ്ങനെയുള്ള കുറച്ച് മിത്തുകൾ എന്താണ്? അത് ഇതാണ്, കാണുമ്പോ വലിയ വണ്ടിയല്ലേ, അപ്പൊ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മത്സരം ഓട്ടമൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ ട്രെയിലർ ഓടിക്കുന്ന ഒരു ഫാമിലി ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അവര് വീട്ടിലെ എല്ലാവരും ട്രെയിലർ ഓടിക്കുക, മോള് വരെ. ഒരു പുറത്തൊക്കെ ഈ കർണാടക അവിടെ ഇവിടെയൊക്കെ പോണുണ്ട്. അപ്പൊ ഫാമിലിയുടെ സപ്പോർട്ടാണ് കൂടുതലും വേണ്ടത്. എത്രാമത്തെ പ്രായത്തിലാണ് ലൈസൻസ് എടുക്കുന്നത്, ആദ്യത്തെ ലൈസൻസ്? 81 എന്ന് പറയുമ്പോൾ 31ാമത്തെ വയസ്സിൽ. ഓക്കെ, എങ്ങനെയാണ് ഡ്രൈവിംഗിലേക്ക് എത്തുന്നത്? അപ്പൊ എത്രാമത്തെ പ്രായത്തിൽ ഡ്രൈവിംഗിലേക്ക് എത്തി? ഡ്രൈവിങ്ങിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. 1967 എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് 17 വയസ്സ്. അപ്പോൾ ലൈസൻസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അന്നേരം ഒന്നും ഡ്രൈവിംഗ് സ്കൂളിൽ ഈ 4 വീലറിൻ്റെ ഡ്രൈവിംഗ് സ്കൂളൊന്നും ഇല്ല, ഹെവി മാത്രമേ ഉള്ളൂ. ഈ ലോറി ട്രാൻസ്പോർട്ടൊക്കെയാണ്. അപ്പോൾ വണ്ടികളുടെ ഒരു കേന്ദ്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ പലതരം വണ്ടികൾ വീട്ടിലുണ്ടായിരുന്നു. ആ സമയം എൻ്റെ നാട്ടിൽ വണ്ടികൾ പോലും വരാത്ത ഒരു കാലഘട്ടം. ഞാൻ വണ്ടികൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കൊച്ചിയിൽ വന്നിട്ടാണ്. അരുക്കുറ്റി, ചേർത്തല അരുക്കുറ്റി എന്നുള്ള ആ സ്ഥലത്താണ് എൻ്റെ വീട്. അത് ഗ്രാമപ്രദേശമാണ്, വണ്ടികൾ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. മെയിൻ റോഡിൽ ബസ് ഓടും, അത്രയൊക്കെ ഉള്ളൂ. അന്നത്തെയും ഇന്നത്തെയും സിസ്റ്റം ഒരുപാട് മാറി. ലൈക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈസൻസ് എടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് സിസ്റ്റങ്ങൾ മാറി മറിയുന്നുണ്ടല്ലോ. അപ്പം അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളൊരു വല്ലാത്ത ഒരു ഇതിലാണ് ഇരിക്കണമെന്ന് വെച്ചാൽ കൂടുതൽ പേർക്കും ലൈസൻസ് എടുക്കാനുള്ള അവസരം കിട്ടണില്ല. 4 വീലർ ലൈസൻസ് എടുത്തിട്ട് വേണ്ടേ ബാക്കി എല്ലാ ലൈസൻസും എടുക്കാൻ. 2 വീലർ ലൈസൻസും 4 വീലർ ലൈസൻസും കിട്ടണമെങ്കിൽ കാലതാമസം ധാരാളം ഉണ്ട് കൊച്ചിയിൽ. വേറെയുള്ള സ്ഥലത്തൊക്കെ കുറച്ചും കൂടി കുറവാണ്, പക്ഷെ കൊച്ചിയിലാണ് കൂടുതലായിട്ടും കാലതാമസം ഉള്ളത്. ഓക്കെ, ഇതിന് നമുക്ക് എന്തായിരിക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുക? സജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ ആക്സിഡൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവണത് കൂടുതൽ ഡ്രൈവേഴ്സ് പുറത്തോട്ട് ഇറങ്ങിയിട്ടാണെന്നാണ് ഒരു പറച്ചിൽ. പക്ഷെ അതങ്ങനെയൊന്നും കൊണ്ടല്ല, അത് ഓരോരുത്തരും തെറ്റായിട്ടുള്ള ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആക്സിഡൻറ്റ്. ഉറങ്ങിപ്പോലാണ് കൂടുതലും ആക്സിഡൻറ്റ് ഉണ്ടാവണത്. അപ്പം അത് എല്ലാവരും അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അങ്ങനത്തെ ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവാതിരിക്കുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് പ്രോബബ്ലി. മണിയമ്മേൻ്റെ ഇതേ ഏജുള്ള അല്ലെങ്കിൽ ഈ സെയിം ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരോട് എന്താണ് മണിയമ്മയ്ക്ക് പറയാനുള്ളത്? ഇത് നമുക്ക് പറ്റണ സമയത്ത് ഏത് സമയമാണെങ്കിലും, ഇപ്പോൾ പ്രായം കൂടിയിട്ടെന്നല്ല, പ്രായം കുറവായിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാനായിട്ടൊരു മനസ്സുണ്ടാവുക. നമ്മൾ വെറുതെ ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ഇരുന്നാൽ മടി പിടിച്ചിരുന്ന് പോകും. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ എൻജോയ് ചെയ്ത്, ഒരു ഫീൽഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ഫീൽഡായാലും അവരവർക്ക് മനസ്സിന് സന്തോഷം തന്നെ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിത്തിരിക്കുക. മേ ബി അത് നമ്മുടെ പാഷനും ആയിരിക്കില്ല, പിന്നീടായിരിക്കും നമുക്കത് മനസ്സിലാവുക. മണിയമ്മയ്ക്ക് ഡ്രൈവിംഗ് അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഡ്രൈവിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നോ ഒന്നും താല്പര്യം ഉണ്ടായിട്ട് വന്ന ഒരാളല്ല. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഓരോ കണക്ക് കൂട്ടലിൽ ഇങ്ങനെ ചെയ്ത് വണ്ടിയോട് അടുത്തടുത്തൊക്കെ വന്നപ്പോൾ പിന്നെ ഒന്ന് 2 വീലർ മാറ്റി വെക്കണമെന്നോ ഒന്ന് 4 വീലർ ഒന്ന് ഓടിച്ചു നോക്കണം, അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ അത് എനിക്ക് ഉപകാരം ആയി. എൻ്റെ ഒരു സ്ഥാപനത്തിന് ഞാനൊരു അത് ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാറി. തീർച്ചയായിട്ടും. ഇൻസ്റ്റഗ്രാം ഫേമസ് ആണെന്ന് പറഞ്ഞു.
പബ്ലിക് ഫിഗർ ആണ് ഇപ്പോൾ. ലൈക്ക് ഇങ്ങനെയുള്ള വണ്ടി ഓടിക്കുന്ന സമയത്ത് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ? ആൾക്കാരുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയാണ്? റിയാക്ഷൻ ആദ്യമൊക്കെ ഓടിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഇത് പെണ്ണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ ഏത് കുട്ടികൾക്കും ഏത് ഫംഗ്ഷന് പോയാലും കുട്ടികളാണ് എന്നെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യണത്. എന്ന് വെച്ചാൽ ആ മണിയമ്മയല്ലേ അങ്ങനെ ചോദിക്കുക. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഓഫ് റോഡൊക്കെ കാണാൻ പോയാൽ തന്നെ എന്നെ ആൾക്കാർ അതിലോട്ട് വലിച്ചിടും വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ അത് നോർമലൈസ് ആയി. അതായി. അതായത് മണിയമ്മ ആണ് ലൈക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് മണിയമ്മയാണെന്ന് ആൾക്കാർക്ക് അറിയാം. സോ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നത്? നല്ല ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാനിത് എടുക്കണത്. അതുകൊണ്ടാ ഇപ്പോ ഒരു കാര്യവും ഞാൻ നോ എന്ന് പറയാറില്ല. അപ്പോൾ എനിക്ക് പറ്റണത്ര ഞാൻ ചെയ്യും, പറ്റുന്നത്ര കാലം വരെ. അതെ. പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏജ് ജസ്റ്റ് നമ്പർ എന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ദെൻ അത് ജീവിച്ച് കാണിക്കുന്ന ഒരാളെ നമുക്ക് ഇന്ന് ഹോട്ട് സീറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതിൽ സിഒ സ്ക്വയർ ഈസ് സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് മണിയമ്മ, താങ്ക് യു ഫോർ കമ്മിങ് ടു സിഒ സ്ക്വയർസ് പോഡ്കാസ്റ്റ്. മണിയമ്മേനെ ഇന്ന് കൊണ്ടുവരാൻ പറ്റിയാലും മണിയമ്മയുടെ സ്റ്റോറി കേൾക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.